പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സമ്പന്നരായി കൃപ നിറഞ്ഞവരായി ജീവിക്കുന്ന എല്ലാവരെയും അത് നിലനിൽക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സമർപ്പിക്കുക. ഞായറാഴ്ചയാണ്, ആരും കുർബാന മുടക്കരുത്. കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ റാലിക്ക് ഇന്നലെ പങ്കെടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കിടന്നുറങ്ങരുത്. നമുക്ക് കർത്താവിൻ്റെ മക്കൾക്ക് എപ്പോഴും ഉണർച്ചാനുള്ള ഉറക്കമില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം എങ്കിലും പോകണം. അപ്പോൾ ദൈവം അറിയട്ടെ നമ്മുടെ ഈ വിഷയത്തിൽ സത്യസന്ധരാണെന്നും വിശ്വസ്തരാണെന്നും. അവനുമായി പ്രാർത്ഥിക്കാൻ ദൈവങ്ങൾക്ക് വേണ്ടി. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശകവേളയിൽ ഞങ്ങൾക്ക് ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനാ സമയമാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്നാണ് കർത്താവ് ഇപ്പം നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ പേര്. അനുദിനമുള്ള അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടിയുള്ള അനുഗ്രഹം നേടുന്ന പ്രാർത്ഥനയാണ്. എല്ലാ ശിരസ്നാമിശം അവിടെ നിയോഗങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും നിങ്ങൾ ഇന്ന് പോകുന്ന ഇടങ്ങൾ ദേവാലയത്തിലേക്ക് പോകണമെങ്കിൽ പോലും ദൈവ പൈതലാണ് നീയെങ്കിൽ വിപത്ത് നടത്തി കത്തിച്ച് പ്രാർത്ഥിച്ച് ഈശോ അങ്ങയുടെ ദേവാലയത്തിലേക്ക് ഞാൻ അപ്പം മുറിക്കാൻ വേണ്ടി അങ്ങയുടെ തിരുശരീരത്തിൻ്റെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വരികയാണ്. എനിക്ക് ഇതിനെതിരെ നിൽക്കുന്ന എല്ലാവിധ എന്നെ ഇതിൽ നിന്ന് അലട്ടുകയും അകറ്റുകയും അശ്രദ്ധ ഉണ്ടാക്കുകയും പരവിചാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളും എന്നെ നിന്ന് മാറ്റണമേ. എനിക്ക് പരവിചാരം കൂടാതെ നിന്നെ സ്നേഹിച്ച് നിൻ്റെ അപ്പം മുറിക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള അഭിഷേകം നൽകണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ, അന്ന് ബലിപീഠം സൃഷ്ടിച്ച കാലത്ത് അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതലേ അവനെ വീണ്ടെടുക്കുക, അവൻ്റെ പതനത്തിന് ശേഷം അവനെ വീണ്ടെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നീ കണ്ടെത്തിയതാണ് ബലിപീഠവും. അതിലർപ്പിക്കപ്പെട്ടുള്ള ബലി വസ്തുക്കളിലൂടെ കർത്താവേ, നീയും ഞങ്ങളും തമ്മിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ചരട്, ഒരു വഴി അങ്ങ് തുറന്നു തന്നു. അങ്ങയെ കണ്ടെത്താനും അങ്ങയെ ആശ്രയിക്കാനും അങ്ങനെ അവലംബം വെക്കാനും അങ്ങ് എടുത്ത നിയോഗവും അങ്ങ് എടുത്ത നിബന്ധനയാണ് പ്രാർത്ഥന. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ദേവാലയം പോലും നീ സൃഷ്ടിച്ചത്
അങ്ങയുടെ തിരുസന്നിധി നാനാജാതി മതസ്ഥർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സൊളമൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളത് ഓർക്കുന്നു. കർത്താവ് ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ കഴിയണത് തന്നെ എന്തോ ഒരു അനുഗ്രഹമാണ് ഈശോയെ. ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ, ഞങ്ങൾ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നവരുണ്ട്, വിശുദ്ധ കൃപയിൽ പങ്കെടുക്കാൻ പോകുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവിടെ പ്രാർത്ഥനകളെല്ലാം നീ ഏറ്റെടുക്കുകയും അവരെല്ലാം നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവ്. നിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ വലതുകരം ആ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും നിറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മൾ മോചിക്കുന്ന അതേ രക്തത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്നും നീ മോചിക്കട്ടെ. എല്ലാ പാപങ്ങളും മോചിക്കുന്ന കർത്താവിൻ്റെ അതേ രക്തത്താൽ എല്ലാ ഭാരങ്ങളിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും മോചിക്കട്ടെ. നിൻ്റെ ഉത്കണ്ഠകൾ ഉൾപ്പെടുന്ന വ്യക്തികൾ ഉൾക്കൊള്ളപ്പെടുന്ന സാഹചര്യങ്ങൾ എല്ലാം യേശുക്രിസ്തു നാമത്തിൽ നിഷ്പ്രഭമാവുകയും കർത്താവിൻ്റെ കൃപയിൽ നീ അഭിഷിക്തമാവുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീസിൽ നീക്കാമേ കർത്താവെ. അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ, കടന്നു പോകുന്ന വസ്തുക്കൾ, ചെയ്യാനിരിക്കുന്ന ജോലികൾ, ഹോംവർക്കുകൾ, എഴുതുന്ന പരീക്ഷ എഴുതുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ പേന കൊണ്ട് എഴുതുന്നുവോ ആ വസ്തുക്കളെല്ലാം, ആ രേഖകളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന റെക്കോർഡാകാം, ചിലപ്പോൾ പ്രമാണത്തിൻ്റെ കോപ്പികൾ വായിക്കുന്നതാകാം, ചിലപ്പോൾ വസ്തു തീരെഴുതി കൊടുക്കുന്നതാകാം, വാങ്ങിക്കുന്നതാകാം, കർത്താവ് വാടക ചീട്ട് എഴുതുന്നതാകാം. കർത്താവ് ഞങ്ങൾ അതിൽ എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഇടപെടുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് നിൻ്റെ കൃപയുണ്ടാകണമേ. കണ്ടുമുട്ടുന്ന വ്യക്തികൾ, വിനിമയം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിൻ്റെ കൃപയാൽ നിറക്കണമേ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തി അത് ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 26:41. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അതായത് നമ്മുടെ എല്ലാ തകർച്ചകളും ഏതോ ഒരു വികരമായ നിമിഷത്തിൽ നമ്മൾ എടുത്ത തീരുമാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ചില ആൾക്കാർ ഏത് നശിച്ച നിമിഷത്തിലാണോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത് എന്നറിയത്തില്ല. അതാണ് പ്രശ്നം. ഈ പ്രാർത്ഥന ഒരു പ്രൊട്ടക്ഷനാണ്, അറിയാമല്ലോ. അതായത് പ്രാർത്ഥനയെ നിങ്ങൾ ഒരു കാരണവശാലും ചെറിയ കാര്യമായി കാണരുത്. നിങ്ങളിപ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? കുടുംബത്തിലെ പണികളെല്ലാം കൂട്ടി ഭക്ഷണമെല്ലാം കഴിച്ച് വേസ്റ്റ് ടൈമാണ് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 12 കൊന്തൊക്കെ ജോമാലൊക്കെ ചെല്ലണവരാണ് ഞങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷകരെല്ലാവരും. എന്നിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ കൃപ അത് പോരെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നവരും ഉയർത്തുന്നവരും നിൽക്കുന്നവരും ജീവിതത്തിൽ ഇടപെടുന്നവരും നാനാവിധ വിഷയങ്ങളൊക്കെ അപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് ഒരു ജോമാല കൊണ്ട് രക്ഷപ്പെടുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ആധ്യാത്മിക ബലം കുറഞ്ഞു പോയതിൻ്റെ കാരണം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുറവ്. പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം കണ്ടെത്തും, ഒരു സമയം അത് വേസ്റ്റ് ടൈമാണ് കണ്ടെത്തുന്നത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ റിക്രിയേഷൻ, നിങ്ങളുടെ മറ്റു തരത്തിലുള്ള ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് പിന്നെ ഒരു വേസ്റ്റ് ടൈമാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത്. അതുപോലെ മെയിൻ ടൈമിലേക്ക് പ്രാർത്ഥന കൊണ്ടുവരണം. മെയിൻ ടൈമിലേക്ക് അതിൻ്റെ പ്രൈം ടൈം എന്നൊക്കെ ടി വിക്കാർ പറയണില്ലേ? പ്രൈം ടൈം എന്നുവെച്ചാൽ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ കൃപാസനത്തിൻ്റെ പ്രൈം ടൈം ഏതാ? ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കൃപാസനത്തിന് യൂട്യൂബിലുണ്ടാകുന്നത് 7 മണിക്കാണ്, സന്ധ്യയ്ക്ക്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ഒരു പ്രൈം ടൈമുണ്ട്. ആൾക്കാർ കൃപാസനം നോക്കുന്ന ടൈം ഉണ്ടല്ലേ, വചനം കേൾക്കുന്ന ടൈം, അതിനോടുകൂടി തന്നെ ചേർന്ന് നിങ്ങൾ ജപമാല ചെല്ലണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു ടൈം അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും ദൈവവിചാരം എല്ലാ വിഷയപ്പോഴും ദൈവവിചാരം, ദൈവത്തെക്കുറിച്ചുള്ള വിചാരം പറ്റുന്ന പോലെ മനസ്സിൽ അറിയാതെ തന്നെ സ്വപ്ന പിതാവ് എന്ന് പറഞ്ഞവരൊക്കെ വന്നുകൊണ്ടിരിക്കണം. ജപമാല രഹസ്യങ്ങളൊക്കെ ജപമാല പോലെ ഇത്ര മനോഹരമായിട്ട് മനുഷ്യൻ്റെ ജീവിതമായിട്ട് സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഏത് അജ്ഞതയുള്ള ആൾക്കാർക്ക് പോലും ദൈവത്തെ ആശ്ലേഷിക്കാൻ പറ്റിയ വലിയ ഏറ്റവും ഷോർട്ട് കട്ടാണ് ജപമാല എന്ന് പറയുന്നത്. ജപമാല പ്രാർത്ഥിക്കും വരെ അതെന്താണ് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. കാര്യം എന്താണ്? സങ്കീർത്തനങ്ങളിൽ പോലും ഒരു സബ്ജക്റ്റ് വൈസാണ് കൈകാര്യം ചെയ്യണത്. അപ്പം ജപമാല എങ്ങനെയാണ്? 4 ദിവസങ്ങളിൽ രക്ഷാകരമായ സംഭവം മൊത്തം ആണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഹൃദയത്തിൽ വിശ്വസിക്കണത്, അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് രക്ഷ പ്രാപിക്കണം. ഒരു രക്ഷയുടെ പ്രാർത്ഥനയാണ് ജപമാല.
ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ പ്രാർത്ഥന ലളിതമായതുകൊണ്ട് തന്നെയാണ് ജാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറയണത്. എന്താണ്? പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. കാര്യം ഉറക്കം വന്നാൽ, ഉറക്കമെന്ന് ബൈബിൾ പറയണത് പ്രാർത്ഥിക്കാത്ത അവസ്ഥക്കാണല്ല, നിങ്ങൾ തലയുടെ വെച്ചോണ്ട് പോയി ചാച്ചണ സമയമല്ല. ഉറക്കമെന്ന് ബൈബിൾ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണർച്ചയുള്ളവരാണ്. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പകലാണെങ്കിലും ഉറക്കക്കാരാണ്, രാത്രിയാണെങ്കിലും ഉറക്കക്കാരാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 13:25 എടുത്തേ. ആളുകൾ ഉറക്കമായപ്പോൾ രാത്രി നമ്മുടെ പറയണില്ല. ആളുകൾ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ, ആളുകൾ ഉറക്കമായപ്പോൾ, ആളുകൾ ദൈവത്തെ വിളിക്കാതെ പ്രാർത്ഥിക്കാതിരുന്ന പകൽ സമയമാണെങ്കിൽ എന്ത് സംഭവിച്ചു? അവന്റെ ശത്രു. അപ്പൊ നമുക്ക് ശത്രു തന്നെ എപ്പോഴാണ്? പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ്. അതിനാണ് ഉറക്കമായപ്പോൾ എന്ന് പറയുന്നത്. മനുഷ്യൻ ഉറക്കമാകുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്ന വാക്കിന് ബൈബിൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഉറക്കമായപ്പോൾ എന്നുള്ളത്. ശത്രു എന്ത് ചെയ്തു? ഗോതമ്പിനിടയിൽ, അതായത് സദുദ്ദേശത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ദുരുദ്ദേശം വിതച്ചും പോയി. നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതേ. നിങ്ങളെ മക്കളെ പഠിപ്പിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? മക്കളെ ഇംഗ്ലണ്ടിൽ വിട്ടത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? അവരവിടെ പോയി അതിനടിച്ചിട്ട് വേറെ ഇവിടുത്തെ ഭർത്താവിനെ വഞ്ചിച്ചു, ഭാര്യനെ വഞ്ചിച്ചു അവരവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ന്യൂനപക്ഷമെങ്കിലും ഉണ്ട്. ആ ആളുകൾ ഉറക്കമായി. ഇവിടുന്ന് പോയപ്പോൾ അവർ രക്ഷപ്പെട്ടില്ലേ? അവർക്ക് ആരും പ്രാർത്ഥിക്കാൻ, വിളിക്കാൻ, ചോദിക്കാൻ ആരുമില്ല. അവർക്ക് പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിക്കും. പ്രാർത്ഥിക്കുന്നതെന്ന് പറയാനുള്ള കൂട്ടുകാരെ അവിടെയുള്ളൂ. അങ്ങനെ അവർ പ്രാർത്ഥിക്കാതെ ഉറക്കമായപ്പോൾ ശത്രു വന്ന്, കണ്ടവൻ്റെ ഭാര്യ ഇവനെ വന്ന് ലൈനടിച്ച്, ഇവിടെ വന്ന് ലൈനടിച്ച്, തീർന്നില്ലേ? ആൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു, മതിയല്ലോ. അപ്പോൾ നമ്മൾ ഹൈ പറഞ്ഞു, നമ്മൾ ബോറടിച്ചിരിക്കുകയാണ്, നമ്മൾ ഹൈ പറഞ്ഞു. പല ആൾക്കാരും അബദ്ധം പറ്റിക്കുന്ന ഹൈ പറഞ്ഞാണല്ലോ. അപ്പം അതുകൊണ്ട് ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് കടന്നു കളഞ്ഞു. പിന്നെ കാണത്തില്ലേ ചന്ദ്രനാ? പിന്നെ നിങ്ങൾ അകപ്പെട്ടില്ലേ? പിന്നെ അവനെ കാണത്തില്ല. അതുകൊണ്ട് ഉറക്കമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥന എല്ലാ സമയങ്ങളും തന്നെ മനസ്സ് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് ഒരു അഭിഷേകം മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ മക്കളുടെ മേൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് രാത്രി ഒന്ന് ഉറക്കമുള്ള അവസ്ഥയെന്ന് നീ പറയുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ജാഗ്രതയുള്ള സമയം. അതുപോലെ പ്രാർത്ഥിക്കുന്നവരുടെ ആ കൊതിയും അനുഗ്രഹവും അവർക്ക് നിലയ്ക്കൊണ്ട് നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും, നിൻ്റെ സന്തതമായ സാന്നിധ്യത്തിന് സംരക്ഷണം അനുഭവിക്കാനും അങ്ങനെ മക്കളെ പ്രാർത്ഥന വരത്ത് നിരക്കണമേ. നിത്യപിതാ പുത്രൻ പരിശുദ്ധമായ സർവീശ്വരെ നീക്കുവാമേ.